എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മധ്യ കേരളത്തിലെ പ്രധാനപ്പെട്ട ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എരുമേലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. ഇത് കോട്ടയം ജില്ലയിലെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നു. കയ്യിൽ അമ്പേന്തി കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന ശാസ്താവാണ് ഇവിടെ. രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഇവിടെ, കൊച്ചമ്പലവും വലിയമ്പലവും. എരുമേലിയിൽ നിന്നും കന്യാസ്വാമികൾ പേട്ട തുള്ളി തന്നെ വേണം ശബരിമലയ്ക്ക് പോകുവാൻ എന്നാണ് നമ്മൾ പണ്ട് മുതൽക്കേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതാണ് ആചാരം. പലവിധ വർണ്ണപ്പൊടികളും കമ്പുകളും എല്ലാം തന്നെ എരുമേലിയിൽ വാങ്ങിക്കാൻ കിട്ടും. പേട്ടതുള്ളലിൽ മേളക്കാരെ ആവശ്യമുണ്ടെങ്കിൽ മേളക്കാരെയും അവിടെ നിന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പേട്ട കെട്ടുന്നതും പേട്ട തുള്ളുന്നതുമെല്ലാം ഒരുവിധം എല്ലാവർക്കും അറിയാം. ഈ പേട്ട തുള്ളലിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അത് എന്താണ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഒന്ന് രണ്ട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് പേട്ട തുള്ളുന്നതിൻ്റെ പിന്നിൽ. അതിൽ ഒരു ഐതിഹ്യമാണ് ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത്. അയ്യപ്പസ്വാമിയുടെ ജനനം എന്തിനായിരുന്നു എന്നതിൻ്റെ കൂടി ഐതിഹ്യമാണ് ഇത്. ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയുടെ ജനനം മഹിഷി നിഗ്രഹത്തിന് വേണ്ടിയായിരുന്നു. മഹിഷാസുരനെ കുറിച്ചുള്ള ഐതിഹ്യം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഈ മഹിഷാസുരന്റെ സഹോദരിയാണ് മഹിഷി. മഹിഷി എന്നതിൻ്റെ അർത്ഥം എരുമ എന്നാണ്. മഹിഷാസുരനെ വധിച്ചതിൻ്റെ പ്രതികാരം ചെയ്യാൻ വേണ്ടി സഹോദരിയായ മഹിഷി ദേവന്മാരോട് യുദ്ധം ചെയ്യും. ദേവന്മാരോട് ജയിക്കാൻ വേണ്ടി മഹിഷി ബ്രഹ്മാവിൽ നിന്നും വരം വാങ്ങിക്കും, ഉഗ്രശക്തി നേടും. സ്ത്രീ പുരുഷന്മാരിൽ ജനിക്കുന്നവർ ആരും തന്നെ കൊല്ലരുതെന്നും അതുപോലെ ഒരു ബാലകൻ ആയിരിക്കണം തന്നെ കൊല്ലേണ്ടതെന്നും ഒക്കെയുള്ള ഒരു പ്രത്യേക വരം ബ്രഹ്മാവിൽ നിന്നും മഹിഷി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഉഗ്രശക്തി നേടിയ മഹിഷി ദേവന്മാരെ തോൽപ്പിച്ച് ദേവലോകം കീഴടക്കും. ദേവന്മാരുടെ ശക്തി കുറയ്ക്കാൻ വേണ്ടി ദേവന്മാർ ചെയ്യുന്ന യാഗങ്ങളൊക്കെ മഹിഷി മുടക്കും. മഹിഷി ഇങ്ങനെ സർവ്വതും നശിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അറുതി വരുത്താൻ ആണ് സാക്ഷാൽ അയ്യപ്പസ്വാമിയുടെ ജനനം. മഹാവിഷ്ണുവിൻ്റെ മായാമോഹിനി രൂപത്തിൽ നിന്നാണ് അയ്യപ്പസ്വാമിയുടെ ജനനം. സ്ത്രീ പ്രസവിക്കുന്ന ആളിൽ നിന്നും മരണം പാടില്ല എന്നാണല്ലോ മഹിഷി പറഞ്ഞിട്ടുള്ളത്. ഹരിഹരപുത്രൻ അങ്ങനെ മഹിഷി നിഗ്രഹത്തിനായി ജനിക്കുന്നു. ദേവലോകത്തു പോയി അയ്യപ്പസ്വാമി മഹിഷിയെ യുദ്ധത്തിനായി വിളിക്കും. അങ്ങനെ ഘോര യുദ്ധത്തിന് ഒടുവിൽ മഹിഷിയെ നിഗ്രഹിക്കും. വധിച്ച ശേഷം മഹിഷി രൂപത്തെ വലിച്ചെറിയും. ആ സ്ഥലമാണ് എരുമകൊല്ലി എന്നറിയപ്പെടുന്നത്. എരുമകൊല്ലി എന്നുള്ളത് കാലക്രമേണ എരുമേലി എന്നായി മാറി. മഹിഷിയുടെ ശവശരീരത്തിൽ ചവിട്ടി അയ്യപ്പസ്വാമിയും ഭൂതഗണങ്ങളും ആനന്ദ നൃത്തം ചവിട്ടിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എരുമേലിയിൽ ഇപ്പോഴും പേട്ടതുള്ളൽ.